ഒരു പുരേടത്തിൽ ഈ വാസ്തു പുരുഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സാങ്കല്പികമുണ്ടല്ലോ, അതെങ്ങനെയാണ് വാസ്തു? ഉണ്ട്. ഭൂമിയിൽ മൊത്തത്തിൽ അത് കാണിക്കുന്നുണ്ട്. ഭൂമിയിൽ മൊത്തത്തിൽ വാസ്തുപുരുഷന്റെ ശയന സ്ഥലം പറയുന്നുണ്ട്. അതായത് പിന്നെ വടക്ക് കിഴക്ക് ഇത് വടക്ക് കിഴക്ക് തലയും അങ്ങനെ അങ്ങനെ കൈയിന്റെ രൂപം അത് കോണോട് കോണിങ്ങനെ വസിക്കുന്നതായിട്ടാണ് കിടക്കുന്നതായിട്ടാണ് സങ്കല്പശാസ്ത്രം. പക്ഷെ അത് ഭൂമിയിൽ മൊത്തത്തിൽ, അതുകൂടാതെ ഓരോ പോർഷനിൽ ഇപ്പൊ നമ്മുടെ വസ്തു, അയൽവക്കത്ത് വേറെ വസ്തു, അങ്ങനെ ഓരോ പോർഷനിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വസ്തുവിന്റെ ശയനം രീതി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓരോ വസ്തുവിലും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഭൂമി മാതാവ് എന്ന് പറയുന്ന മൊത്തത്തിലൊരു ഭൂമിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിനെ നമ്മുടെ അത്രയും ഏരിയയിൽ നമ്മുടെ ഭൂമി മാതാവ് എങ്ങനെയാണ് കിടക്കുന്നത് അങ്ങനെയാണ് സ്ഥാനം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഗർഭപാത്രം കണ്ടുപിടിച്ചിട്ട് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നത് പുരുഷന്റെ ബീജമായിട്ട് കാണുന്നത്. അത് ഗർഭപാത്രം കണ്ടുപിടിക്കുന്ന ചടങ്ങാണ്. അപ്പം ഈ നമ്മൾ കന്നേക്കോണിലാണ് ഈ കല്ലൊക്കെ ഇടുന്നത്. കല്ലിടും സെൻട്രൽ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചില വീടിന്റെ സെൻട്രൽ ഭാഗത്ത്. അപ്പൊ അത് തെറ്റാണ്. അത് തെറ്റാ. കാര്യം എന്ന് പറഞ്ഞാൽ കന്നേ മൂലയ്ക്ക് ഇടാതെ ഒരു പുതിയൊരു കല്ല് വിലക്ക് മേടിച്ചിട്ട് അവര് കൊണ്ടുവന്നിട്ട് മൂലയ്ക്ക് ആ ഭാഗം അല്ലാതെ ഒരു മാറ്റിയിട്ടിട്ടുണ്ട്. അത് തെറ്റാ. അതിപ്പോ എന്താണെന്നറിയാമോ, അങ്ങനെ എഞ്ചിനീയർമാരുടെ വകുപ്പ് അത്. കാരണം ഇപ്പൊ നമ്മൾ കോളം ചെയ്യുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂലയ്ക്കൊരു കോളം വരുമല്ലോ എന്തായാലും. അപ്പൊ കോളം ജംഗ്ഷനിലെല്ലാം ഓരോ ഭിത്തി തമ്മിൽ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ജംഗ്ഷൻ കോളം വരും. അപ്പൊ ഈ കോളത്തിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അകത്തോട്ട് കയറ്റി ഇടുന്നത്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ സാങ്കല്പിക ശാസ്ത്രമായിട്ട് വല്ല ബന്ധമുണ്ടോ അതിന്? ഒന്നുമില്ല. ഇല്ല. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് കുട്ടികളുണ്ടാകുന്ന ആ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന പുരുഷന്റെ ബീജമാണെന്നല്ലേ പറയുന്നത്. ഇപ്പൊ ബീജം ഗർഭപാത്രത്തിലും കുട്ടി ജനിക്കുന്നത് വൻകുടലിലും ആണോ? ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പൊ എങ്ങനെ വരുമ്പോ ബീജം എവിടാണോ കിടക്കുന്നത് അതിൽ നിന്ന് പൊട്ടിമുളച്ച് വേണ്ടേ വരാൻ? ഒരു ഗൃഹമാണെങ്കിലും കുട്ടിയാണെങ്കിലും ബീജം എവിടാണോ കിടക്കുന്നത് അതിൽ നിന്ന് പൊട്ടിമുളച്ച് വരണം. അതായത് ഫൗണ്ടേഷൻ നമ്മൾ എവിടാണോ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരെ താഴെ തന്നെ ആയിരിക്കണം ഈ ശില വരേണ്ടത്. മനസ്സിലായോ? ആ ശിലയെ ടച്ച് ചെയ്ത് തന്നെ വേണം ഗൃഹം ഉയരാൻ. അപ്പൊ അകത്തോട്ട് കയറ്റി ഇടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാസ്ത്രവിധി വല്ലതും ഉണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ടെന്നല്ല, പലരും ചെയ്തതായിട്ട് നമുക്കറിയാം. അകത്തോട്ട് കയറ്റി. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്തുകൂടാ. കാര്യം കന്നേമൂലയ്ക്ക് കല്ലിടണമെന്നും പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഇവര് കല്ലിട്ടത് അതായത് ഒരു വെട്ടുകല്ല് വിലക്ക് മേടിക്കും. എന്നിട്ട് ആ വെട്ടുകല്ല് മേടിച്ചിട്ട് അവരിട്ടത് യഥാർത്ഥത്തിൽ ഈ കന്നേമൂലം കഴിഞ്ഞിട്ട് ഈ പരയുടെ സെന്റർ പറയാൻ പറ്റത്തില്ല. നമ്മളെ സത്യത്തില് ഈ കല്ലിടേണ്ട സ്ഥലം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം ഉദയരാശിയുടെ 10ാം രാശിയാണ്. ഉദയരാശിയുടെ 10ാം രാശിയാണ് കല്ലിടേണ്ട സ്ഥലം പറയുന്നത്. അതായത് ഇന്നത്തെ ഉദയരാശി ഏതാണ്? ഇത് ഒരു ധനുമാസമല്ലേ? ധനുമാസം വരെ ധനുവല്ലേ? ധനു രാശിയാണ് ഇന്നത്തെ രാശി. ധനു, മകരം, കുംഭം, മീനം, മേട, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി. ഈ ഇന്നത്തെ ഇത് വെച്ചിട്ടാണ് കന്നിയിൽ നമുക്കിടാം. ഈ മാസത്തെ ഇത് വെച്ചിട്ട് കന്നി രാശിയിൽ നമുക്ക് കല്ലിടാം. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ചിങ്ങത്തിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ, ചിങ്ങം മാസത്തിലാണ് നമ്മൾ കല്ലിടുന്നതെങ്കിൽ ചിങ്ങം മുതൽ 10ാം രാശി എവിടെ വരുന്നു അവിടെ കല്ലിടാം. അതും നമ്മൾ ഈ ഫൗണ്ടേഷൻ നേരെ തന്നെയാണ് പറയുന്നത്, താഴെ തന്നെയാണ് പറയുന്നത്, അല്ലാതെ അകത്തോട്ട് കയറ്റി ഇടുന്ന കാര്യമല്ല പറയുന്നത്. മനസ്സിലായ? അപ്പൊ അതെ. അപ്പൊ ചില സ്ഥലങ്ങളിൽ നമുക്കിത് പറ്റത്തില്ല. ചില ആൾക്കാർ പറയുന്ന ഇപ്പം നമ്മൾ മുതുകുളം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ കന്നി മൂലക്കിട്ട് ശീലിച്ചു പോയി. നമ്മളൊരു സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യും, അതെന്താ അങ്ങനെ ചെയ്താൽ, എന്താ ഇങ്ങനെയല്ലേ ഇടുന്നത്, ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ വാസ്തുപ്രകാരം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ മിഥുന മാസത്തിൽ കല്ലിടാൻ നേരം ഇടുന്നു വിചാരിച്ചോ. മിഥുന മാസത്തിൽ കല്ലിടാൻ നേരം മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനമാസം വരും. അതായത് വടക്ക് കിഴക്കേ മൂല വരും. അന്ന് കല്ലിടാൻ നമ്മൾ മിഥുനത്തിലാണ് നേരം എടുക്കുന്നതെങ്കിൽ കല്ലിടാനുള്ള സ്ഥലം എവിടെയാ? അവിടെയാ, ആ ഭാഗത്താ. അതിനകത്ത് അത് അങ്ങനെ പറയുന്നത് വാസ്തുവിൽ അങ്ങനെ പറയുന്നത് പറയുമ്പോഴത്തേക്ക് വാസ്തു പുരുഷന്റെ ശയന ഇതനുസരിച്ച് ഓരോ ദിവസവും കറങ്ങിക്കൊണ്ടിരിക്കും, ഓരോ മാസവും കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ കറക്കത്തിനനുസരിച്ചാണ് ഈ മാസപ്രമാണം അനുസരിച്ച് 10ാം രാശിയിൽ കല്ലിടുന്ന കാര്യം പറയുന്നത്. മനസ്സിലായോ? ശയന ദിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദയരാശിയുടെ 10ാം രാശി കല്ലിടണം എന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ ഈ കന്നി മൂല എന്ന് പറയുന്നത് നിരർതി എന്ന് പറയുന്ന അസുരന്റെ സ്ഥാനമാണ്. അവിടെ കല്ലിട്ട് കൂടാന്നും പറയുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഇതില് ഏതാണ് ഞങ്ങളെ വിശ്വസിക്കുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ് വരുത്തുക എന്ന് പറയത്തില്ലേ. ഒരു എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഗൃഹപ്രവേശന ചടങ്ങിന് ഇപ്പൊ നമ്മൾ കല്ലിട്ട് പെരപണി പൂർത്തിയായി ഗൃഹപ്രവേശനം നടത്തുന്നു.
ഗൃഹനാഥൻ്റെ പേരിൽ നമ്മൾ കല്ലിടാൻ നേരം എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഗൃഹപ്രവേശനം നേരം എടുക്കുന്ന ഗൃഹനാഥയുടെ പേരിലാണ്. മനസ്സിലായോ? ഗൃഹനാഥയുടെ പേരിൽ നേരം എടുത്തു കഴിഞ്ഞാൽ ആ പെരയിൽ ഗൃഹപ്രവേശനം എന്ന് പറയാൻ നമ്മൾ പ്രവേശിക്കുന്നതിനെ അല്ല. അതായത് നമ്മൾ ഈ പാത്രത്തിനകത്ത്, അതായത് തളികയ്ക്കകത്ത് നമ്മൾ അഷ്ടമംഗല്യം ഒരുക്കും. അഷ്ടമംഗല്യത്തിലെ ദീപം, അത് ദീപത്തെ ലക്ഷ്മി ദേവിയായിട്ട് നമ്മൾ കാണണമെന്ന്. ഈ ലക്ഷ്മി ദേവിയെ ആദ്യമായി ആർപ്പും കുരവയുമായി ആനയിച്ച് അകത്തേക്ക് കടത്തുന്ന ചടങ്ങിനെയാണ് ഗൃഹപ്രവേശനം എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടുകാർ കീറുന്നതിനെ അല്ല ഗൃഹപ്രവേശനം എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ആദ്യമായി ലക്ഷ്മി ദേവിയെ ആർപ്പും കുരവയുമായി ആനയിച്ച് അകത്ത് കയറ്റുന്ന ചടങ്ങ്. അതിനു മുന്നേ അവിടെ ദീപം കത്തിക്കാൻ പാടില്ല. മനസ്സിലായ? അത് ഗൃഹനാഥയുടെ അവകാശമാണത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതോ ഗൃഹപ്രവേശനത്തിൻ്റെ തലേ ദിവസം ഗണപതി ഹോമം, ഭഗവതി സേവ, വാസ്തുബലി എല്ലാം നടത്തി സർവ്വ പരിപാടിയും കഴിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഗൃഹപ്രവേശനം എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നു. അത് തെറ്റല്ലേ? അത് ഒരിക്കലും യോജിക്കാൻ പാടില്ല. പൂർണ്ണമായിട്ട് തെറ്റാണ്. അല്ലെന്ന് അതിന്റെ അകത്ത് വിളക്ക് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത് കഴിയാതെ, അതായത് ഗൃഹനാഥ വിളക്കം കൊണ്ട്, അത് വിളക്കെന്നല്ല ലക്ഷ്മിയെ അകത്തുകൊണ്ട് കയറാതെ നമ്മൾ വേറൊരു സംഭവം അവിടെ നടത്താൻ പാടില്ല. അങ്ങനൊരു സംഭവം വണ്ടാനത്ത് വളഞ്ഞ വഴി പടിഞ്ഞാറ് വശം ഒരു സ്ഥലത്ത് ഇതേപോലെ ഉണ്ടായി. എങ്ങനെയെന്നറിയാം? ഒരു തിരുമേനിമാരെ വിളിച്ച് അവർ ചെയ്ത്. അപ്പം ഗണപതി ഹോമം, ഭഗവതി സേവ നടത്താൻ വന്നവരാ, വാസ്തുവിലേക്ക് നടത്താൻ വന്നവരാ. അവരോട് നിങ്ങൾ രാവിലെ തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ 7:10 കഴിഞ്ഞ് 7:40 അവിടെ ഗൃഹപ്രവേശന. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആശാരി വന്ന് ഗൃഹപ്രവേശനം നടത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ തുടങ്ങാമെന്ന്. അത് കറക്റ്റാ. മനസ്സിലായ? അതാണ് കറക്റ്റ്. അതാണ് കറക്റ്റ്. ഇത് 2 ദിവസത്തിന് മുമ്പ് തന്നെ വീട്ടുകളിൽ ഈ എല്ലാം നടത്താം. നമ്മളിപ്പോ വേറൊരു കാര്യം, നമ്മൾ ആദ്യമായിട്ട് ഇപ്പം നാളെ പെരവാസ്തുലിയാണ് ഇന്ന് ഈ ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ഒരു ചടങ്ങായിട്ട്, അത് ആ ചടങ്ങായിട്ട് അങ്ങനെ പറഞ്ഞ് ആക്കിയതാ. അല്ലാതെ അങ്ങനെ ഒരു ചടങ്ങേ ഇല്ല. കാരണം വെച്ചാൽ ഈ ഗണപതി ഹോമം, ഭഗവത് സേവ എന്തിനാ നടത്തുന്നത്, അതിനു മുമ്പ് എന്തിനാ നടത്തുന്നത് ജ്യോത്സ്യനോട് ചോദിച്ചു നോക്കിയേ. അപ്പൊ ജ്യോത്സ്യം പറയുന്ന ഒറ്റ ഒരു കാര്യം, ദൈവാധീനം വരുത്തണ്ടേന്ന്. ആദ്യം ദൈവാധീനം വരുത്തിയിട്ട് വേണം ഗൃഹപ്രവേശനം നടത്താനെന്നാ. പക്ഷേ ഒരു ദൈവാധീനം ഇല്ലാത്തവനൊരു ഗൃഹം ഉണ്ടാക്കാൻ പറ്റുമോ? അതില്ല. പറ്റുമോ? അവൻ ആ ഗൃഹം അവനെ ഉണ്ടാക്കണമെങ്കിൽ അവന് ദൈവാധീനം ഉള്ളത് കൊണ്ടാണ് അവൻ ഗൃഹം വെച്ചത്. ഇല്ലെങ്കിൽ പിന്നെ ഗ്രഹം എങ്ങനെ ഉണ്ടായി? അതെ, ഓട്ടോമാറ്റിക്കലി അവർ തലേ ദിവസം ഇങ്ങനെ ആക്കി. ഈ ജ്യോത്സ്യന്മാർ തന്നെ ചെയ്യുന്നവർ, ജ്യോത്സ്യന്മാരും ചാന്തിക്കാർ, അവരും ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം. ഇതൊക്കെ അവരുടെ ഉപജീവനത്തിനാണെന്നോ? അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അല്ലല്ല, ഇപ്പൊ നമ്മൾ ചെന്ന് ഒരു ഇതിനു വേണ്ടി ചെന്ന് നമ്മുടെ വീടിന്റെ കാര്യത്തിന് തന്നെ നേരം എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ പറയും, ആ മുമ്പത്തെ ദിവസം ഗണപതി ഹോമവും ഭഗവത് സേവ ഇന്ന ആളെ വിളിച്ചാൽ ഓക്കെ ആകും. ഇവരൊക്കെ ടൈപ്പാണ്. അതൊരു ടൈപ്പ്, അങ്ങനെ ഒരു ടൈപ്പ്, അങ്ങനെ ഉണ്ട്. ചെയിനാണിത്. ഇത് ചെയിനാ. വിനീഷ് തോട്ടപ്പള്ളി.